വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരുപാട് സെലിബ്രിറ്റീസും ഒരുപാട് കുഞ്ഞു മക്കളടക്കം എല്ലാവരും പൈസ സംഭാവന ചെയ്തിട്ടുണ്ട്. അങ്ങനെ പൈസ ശേഖരിച്ച് 53,98,00,000 രൂപ എന്തോ ആയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു കണക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ മുണ്ടക്കയത്ത് വലിയ പ്രശ്നങ്ങൾക്കിടയിൽ ഇത് വിവാദങ്ങളൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ആരും അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം അടുത്ത ഇടയ്ക്കായിട്ട് ഇപ്പം അതേക്കുറിച്ച് വിവാദങ്ങൾ ഒരുപാട് പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അഖിൽമാരൊക്കെ ഭയങ്കരമായ രീതിയിൽ വിമർശിച്ചു. അപ്പം കേസുകളൊക്കെ വന്നു. അപ്പം പുത്തുമല കഴിഞ്ഞ പ്രാവശ്യം ഉരുളോട്ട സ്ഥലമാണ് പുത്തുമല, വയനാട്. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് എന്തൊക്കെ കിട്ടി, ഉരുള് പൊട്ടി അവരുടെ വീടുകൾ തകർന്നു, പിന്നീട് അവർക്ക് എന്തൊക്കെ കിട്ടി. പുത്തുമലയുടെ അനുഭവസ്ഥൻ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, ഞാൻ ഇത് അതിൻ്റെ കൂടെ വെക്കാം. അപ്പം ആ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും കേട്ടോ അവിടെ എന്തൊക്കെ സംഭവങ്ങൾ സംഭവിച്ചു, ഇനി ഈ മുണ്ടക്കയിലുള്ള ജനങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കും, അതായത് അവരുടെ വീടും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ പോയി അടുത്തത് അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിരിക്കും പുത്തുമലയിൽ നടന്ന സംഭവം. അപ്പോൾ എന്തായാലും ഇത്രയും കോടിക്കണക്കിന് രൂപ കിട്ടി, ഇനിയും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായ രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയാണ്. അത് എത്രത്തോളം ഭംഗിയായിട്ടൊരു നിർവഹിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേര് കേസ്, എനിക്ക് കേസ് നടക്കാൻ സമയമില്ല. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഈ അനുഭവസ്ഥരുടെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അതായത് അനുഭവസ്ഥരാണ്, അവരനുഭവത്തിലൂടെ പറയുന്നതാണ്. അപ്പോൾ ചിലരൊക്കെ പറയും അവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരാണ്, സർക്കാരിനെതിരായിട്ട് അവൻ പറയുന്നത്, അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ പറയും. അങ്ങനെയൊന്നും അല്ല. അവരൊക്കെ അനുഭവത്തിലൂടെ വന്നവരായതുകൊണ്ട് അവർക്ക് അതിൻ്റേതായ വിഷമങ്ങളുണ്ട്, അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർ ഒരു സാഹചര്യം കിട്ടിയപ്പോൾ അത് പുറത്തു വന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ വി ഡി സതീശനൊക്കെ പറഞ്ഞിട്ടുണ്ട്, വയനാടിന് കിട്ടിയ പൈസ അതേപോലെ തന്നെ വയനാടിന് കൊടുക്കണം, അത് മറ്റു കാര്യങ്ങൾക്കായിട്ട് ചെലവഴിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, പ്രതിപക്ഷം നല്ലതാണെങ്കിൽ ഭരിക്കുന്നവർ നല്ല രീതിയിൽ തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകും. എന്തായാലും എന്താവുമെന്ന് നോക്കാം നമുക്ക്. ഞാൻ മറ്റേ പുത്തുമലയിലെ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. പുത്തുമലയിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? നിങ്ങളിപ്പോൾ എവിടെ താമസിക്കും? നിങ്ങൾ പുത്തുമല ബാധിക്കപ്പെട്ടവരാണോ? ഞങ്ങൾ പ്രളയം ബാധിച്ച ആളുകളാണ്. ഇപ്പം ഞങ്ങൾ മുക്കിൽപ്പീടിയാണ് 50 വീടുകൾ, ശ്രേഷ്ഠന്മാർ എന്ന് പറഞ്ഞ വ്യക്തി 7 ഏക്കർ സ്ഥലം തന്ന് പിന്നെ അതിൽ 50 വീടുകൾ തന്നിക്കണം. ഇതിലുപരി നമുക്ക് പറയാനുള്ള എന്താ അറിയുക, അതുപോലെ ഒരു ജീവിതം ആക്കരുത്. എന്താ അവിടെ നിങ്ങളുടെ ഒരു പ്രശ്നം എന്താ? ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ പറഞ്ഞില്ലേ, ഈ ഇദ്ദേഹം പറഞ്ഞ പോലെ പുത്തുമല അനുകരിക്കാൻ പറ്റിയ ഒരു മാതൃകയല്ല. അല്ല അതെ. ഇപ്പൊ ഞങ്ങൾ അവിടുന്ന് ഒരുപാട് ആൾ, ഇപ്പോൾ 15 ഏക്കറും 5 ഏക്കർ 1 ഏക്കറുള്ള ആളുകളൊക്കെ വന്ന് ഒരു വീട്ടിൽ 10, 15, 20 ആളുകൾ 6 ആളുകളൊക്കെ ഉള്ള കുടുംബങ്ങളാണ് വന്നത്. അന്ന് ഈ റോസ്നത്ത്, അനിൽകുമാർ, ഷിയാബ്, അന്ന് നമുക്കൊക്കെ സഹായിച്ച ഒരുപാട് സഹായങ്ങൾ ചെയ്താണ് ഈ വ്യാപാരികൾ. ഈ മുണ്ടക്കായി പറയുന്ന ആൾക്ക് ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഇവർക്കൊക്കെ എത്രയും പെട്ടെന്ന്, കാരണം അന്ന് ഇവർ പറഞ്ഞ എന്താ, നമ്മളോട് ഒരു വർഷം കൊണ്ട് നമുക്ക് മന്ത്രിമാരടക്കം വന്നിട്ട് ഞങ്ങൾ ഡെയിലി പ്രശ്നങ്ങളായിരുന്നു. കാരണം പിന്നെ ടൗൺഷിപ്പ് കാര്യങ്ങൾ, അതുപോലെ പിന്നെ പള്ളി, അമ്പലം, സ്കൂള്, ഇതൊക്കെ മുഴുവൻ പറഞ്ഞു പോയതാ. കോടികൾ വരുന്നുണ്ട്, നിങ്ങൾക്കറിയാം. ഇന്നിപ്പോൾ ഞാൻ ചാനൽ കണ്ടു, നിങ്ങളൊക്കെ 150 ഏക്കർ. കാരണം എത്രയും പെട്ടെന്ന് ഇപ്പോൾ അവർ പറഞ്ഞല്ലോ വാടക കൊടുക്കാന്നൊക്കെ 6 മാസം. ഞാൻ പറഞ്ഞു കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഇവരൊക്കെ നമുക്ക് ഉപകാരം ചെയ്യുന്നത് എല്ലാവരും. കാരണം 6 മാസം വാടക അന്ന്. ഇപ്പം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഒരു പരിമിതി എന്താ? അതെ, ഇപ്പോൾ പരിമിതി ഒന്ന് വന്ന് നോക്കിയാൽ അറിയാം. കാരണം 7 സെന്റ് സ്ഥലമാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. 50 കുടുംബങ്ങൾ. ഒരു വേസ്റ്റ് കുഴി കുത്താനുള്ള ഒരു സജ്ജീകരണം അവിടെ ഇല്ല. വേസ്റ്റൊക്കെ പോകുന്ന ഒരു വിഷയമാണ്. വീടുകൾ ഇപ്പോൾ തന്ന ഈ ആളുകളാണല്ലോ ഇപ്പോൾ നമ്മൾ തന്ന സർക്കാരും കാര്യങ്ങളും. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ നമുക്ക് ഒരുപാട് കുട്ടികൾ വരെ പിന്നെ പിരിച്ച പൈസയൊക്കെയാണ് നമുക്ക് ഇട്ട് ഉപയോഗിച്ച് ഈ ഫണ്ടിലേക്ക് തന്നത്. ഇന്നിപ്പോൾ നിങ്ങൾ ആ വീടുകൾ വന്ന് നാളെ ഞങ്ങളോട് പറഞ്ഞില്ലേ, നാളെ ഒന്ന് വന്ന് നോക്കിയാൽ അറിയാം. ഉപയോഗിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, ചോർച്ചയുണ്ട്. അത്രയും ഫണ്ടുകളൊക്കെ പൈസ കൊടുത്തിട്ട് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ ഇവരാക്കരുത്. കാരണം 10, 15 സെന്റ് സ്ഥലം കൊടുക്കുക, ഒരു ടൗൺഷിപ്പ് ആക്കിയിട്ട് നല്ല വീടുകൾ. ഇപ്പോൾ ഇവിടുന്നൊക്കെ വാഗ്ദാനങ്ങൾ പല ആളുകളും പറയും, ഇത് കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല സാറേ, ഇവരൊക്കെ ഒറ്റപ്പെട്ടു പോകും. അതായത് ഇപ്പോൾ 2, 3, 4 അല്ലെങ്കിൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരും ആവേശമൊക്കെ അങ്ങ് പോകും. ഈ പറയുന്ന മന്ത്രിമാർ ഇവരും ഇതൊന്നും ആരും ഉണ്ടാവില്ല. കോടികളാണെന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഈ ഫണ്ട് ഇതാക്കുന്നത്? ഇവർക്ക് കൊടുത്തൂടെ പാവങ്ങൾക്ക്? ഞങ്ങൾ ഏതായാലും പെട്ടുപോയി. കാരണം ആ ഒരു അവസ്ഥ ഇവർക്ക് ഉണ്ടാകരുത്. മുഴുവൻ ജനപ്രതിനിധികൾ ഒന്നായിട്ട് ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്കിതൊക്കെ നേടിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ 6 മാസത്തെ വാടകയൊക്കെ എന്താണ് ഈ ഫണ്ടിൽ നിന്ന് തന്നെ കൊടുത്തു. പിന്നീട് 7 സെന്റ് സ്ഥലം ഒരു വീടൊക്കെ വെച്ച് കൊടുത്തു. പക്ഷേ 7 സെന്റ് സ്ഥലത്തിൽ വീട് വെച്ചിട്ട് അവർക്ക് അടുത്തടുത്ത് തന്നെ വീടുകളായിരിക്കും. നമ്മുടെ ഇവിടെ വയനാട് പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പം ഈ മേപ്പാടി ഉരുൾപൊട്ടലിൽ സംഭവിച്ചവർക്കുള്ള വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്.
അത് 70 സെന്റ് സ്ഥലം എങ്ങാണ്ടാണ് കൊടുത്തേക്കുന്നത്. 10 വീടുകൾ വരുന്നുണ്ട്. അപ്പോൾ 7 സെന്റ് വെച്ച് 10 വീടുകളാണ് വരിക. അപ്പം പുത്തുമലയിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. അവർക്ക് 6 മാസത്തെ വാടക ആദ്യ സമയങ്ങളിൽ കൊടുത്തു, പിന്നീട് ഒരു വീടൊക്കെ വെച്ച് കൊടുത്തു. പക്ഷേ വീട് ഇപ്പോൾ ചോർന്നൊലിക്കുന്ന അവസ്ഥ. അപ്പോൾ വെച്ചു കൊടുത്ത വീട് എത്തരത്തിലുള്ള വീടാണെന്ന് ആലോചിച്ചോളുക. പിന്നെ ഒരു വേസ്റ്റ് കളയാൻ പോലും സ്ഥലമില്ലാത്ത ഒരു സ്ഥലമാണ്. വേസ്റ്റ് കളയാൻ സ്ഥലമില്ലെങ്കിൽ പിന്നെ ഇപ്പം എന്തായാലും ഒരു വീട്ടിൽ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടാവും. അത് അപ്പുറത്തേക്കിട്ട് അപ്പുറത്ത് വീട്ടുകാർ, ഇപ്പുറത്തേക്കിട്ട് ഇപ്പുറത്തെ വീട്ടുകാർ, അതിന് പോലും സൗകര്യമില്ലാത്ത ഒരവസ്ഥ. അതുപോലെ തന്നെ ഇപ്പം ടൗൺഷിപ്പ് പദ്ധതികളൊക്കെ ഈ മുണ്ടക്കൈയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് പുത്തുമലയിൽ ഉരുൾ പൊട്ടിയ സമയത്തും ഈ ടൗൺഷിപ്പ് പദ്ധതികളും ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ ആയിട്ട് അന്നും കുറേ പേര് വന്നു. ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ടല്ലോ, ഞാൻ 100 വീട് വെച്ച് കൊടുക്കും, ഞങ്ങൾ 150 വീട് വെച്ച് കൊടുക്കും, ഞങ്ങൾ 200 വീട് വെച്ച് കൊടുക്കും, അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷേ പുത്തുമലയിലെ അനുഭവസ്ഥ പറയുന്നത് ആ പറച്ചിലൊക്കെ ഇപ്പോഴേ ഉണ്ടാവുള്ളൂ. ഒരു 1-2 മാസം അല്ലെങ്കിൽ ഒരു 3 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ വാഗ്ദാനം പറയുന്നവരെ ഒന്നും കാണാൻ കിട്ടില്ല. നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. ഈ ആളും ആരവൊക്കെ ഒഴിഞ്ഞു കഴിയുമ്പം മാധ്യമപ്രവർത്തകരും ഈ കേസ് വിടും, എല്ലാം വിടും. പിന്നീട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പുത്തുമലയിൽ സംഭവിച്ചതിന് ശേഷം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിനെ കുറ്റം പറഞ്ഞതുപോലെ വീണ്ടും ഇതിൻ്റെ കുറ്റം പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അഖിൽമാരൊക്കെ ഭയങ്കര സീനാക്കി കേട്ടോ. പുള്ളി ഇപ്പം വെബ്സൈറ്റ് നോക്കിയപ്പോൾ KSFക്ക് 82 കോടി രൂപ ലാപ്ടോപ്പ് മേടിക്കാൻ കൊടുത്തതിൽ തെറ്റില്ല. പക്ഷേ അത് എങ്ങനെയുള്ളവർക്കാണ് ലാപ്ടോപ്പ് കിട്ടിയത്, അതിൻ്റെ വിശദാംശവും കൂടി കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞ് അഖിൽമാരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. നമ്മളൊരു സാധനം ഇത്രയും ആൾക്കാർ ആടിന് വിറ്റ പൈസയും കമ്മൽ വിറ്റ പൈസ, കുട്ടികൾ, അതുപോലത്തെ ചെറിയ ചെറിയ സംഭവങ്ങൾ വരെ 1000 രൂപയോ 500 രൂപയ്ക്ക് ആയിക്കോട്ടെ, ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതാണ്. അപ്പം ഇതെങ്ങനെ ചെലവഴിച്ചു എന്ന് അറിയാനുള്ളൊരു അവകാശം ഈ കൊടുത്തവർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൊടുക്കുക. ഇന്ന വീട്ടിൽ ഇന്ന കുട്ടിക്ക് കൊടുത്തു, ഇന്ന വീട്ടിൽ ഇന്ന കുട്ടിക്ക് കൊടുത്തു. അത് കണക്കുകൾ കിട്ടാനൊന്നും വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതൊക്കെ തയ്യാറാക്കി കൃത്യമായ രീതിയിൽ കണക്ക് ജനങ്ങളെ ബോധിപ്പിക്കുക എന്നുള്ളതൊരു കടമയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവം ഇവിടെ കൊണ്ട് നിൽക്കുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഇനിയും മിക്കവാറും ഉണ്ടാകും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. അപ്പം അന്നും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പം ഈ പണം നാട്ടുകാരിൽ നിന്ന് ശേഖരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രമല്ല, ഓരോ സ്ഥലങ്ങളിലെയും വ്യാപാര സംഘടനകൾ, ഓരോ സ്ഥലങ്ങളിലെയും പാർട്ടികൾ, ഇതെല്ലാം ഈ പൈസ സംഭരിക്കുന്നുണ്ട്. ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ പൈസ 53,98,00,000 രൂപയാണെങ്കിൽ ബാക്കിയുള്ള സന്നദ്ധ സംഘടനകളുടെ കയ്യിലൊക്കെ അതിൻ്റെതായ പൈസയുണ്ട്. നാട്ടുകാർക്ക് അവർക്കൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും പൈസ ആവശ്യമില്ലെങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ ആൾക്കാർ ചിലപ്പോൾ ചുമന്ന ബക്കറ്റുമായിട്ട് ഇറങ്ങും. അപ്പോൾ ആൾക്കാർ ഇതിൻ്റെ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അവർ കടകളിൽ കയറും, വീടുകളിൽ കയറും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ചെറിയ പൈസ അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ പൈസയൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്നും ഒരാൾക്കും അറിയാൻ പറ്റില്ല, ഒരു വലിയ പിടിയില്ല. അപ്പോൾ എന്തായാലും പുത്തുമലയിലെ അനുഭവം കണ്ടപ്പം അത് കൂട്ടൊരനുഭവം മുണ്ടക്കയിലെ ജനങ്ങൾക്കുണ്ടാകരുത്, അല്ലെങ്കിൽ ചൂരൽമലയിലെ ജനങ്ങൾക്കുണ്ടാകരുത് എന്നൊരു ആഗ്രഹമുണ്ട്. ടൗൺഷിപ്പ് പദ്ധതികളും വൻ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ പിന്നീട് എന്താവും എന്നറിയില്ല. ഇവർ പറയുന്ന CAG റിപ്പോർട്ടൊക്കെ CAG നോക്കുന്ന സാധനമാണെന്നൊക്കെ പറയുന്നു. എന്തായാലും അതിൻ്റെ വിശ്വാസ്യത നമ്മൾ തകർക്കുന്നില്ല. എനിക്ക് കേസും ഇതായിട്ട് പോകാനൊന്നും പറ്റില്ല. അപ്പം കൊടുക്കാൻ പറ്റുന്നവരൊക്കെ കൊടുക്കുക, അല്ലാത്തവർ നേരിട്ട് കൊടുക്കാൻ പറ്റുന്നവർ നേരിട്ട് കൊടുക്കുക.